വെൽക്കം ബാക്ക് ടു TTM Voice. അപ്പോൾ നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചൂണ്ട, ഒരു പുതിയ സാധാ നോർമൽ ചൂണ്ടയല്ല ഫ്രണ്ട്സ്. നമ്മൾ ഫിഷിംഗ് ഫ്രീക്സ് ആയാലും ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ ചൂണ്ട നട്ടുണ്ടെങ്കിൽ കണ്ടു കാണും. ഒരു ചൂണ്ടയാണ്. അപ്പോൾ ഇത് ഹൈടെക് ചൂണ്ടയാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ പറയാം. അപ്പോൾ ഇതിന് 3-4 പോർഷൻസ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഫ്രണ്ട്സ് ഇതിന് പറയുന്ന പേരാണ് റീൽ എന്ന് പറയും ഫ്രണ്ട്സ്. കണ്ടല്ലോ, ഇതാണ് റീല്. ഓക്കെ, റോഡെന്ന് വെച്ച സാധനമാണ് ഇത്. ഇതിങ്ങനെ നമ്മളിങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ പ്രവർത്തനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇതാണ് ഫ്രണ്ട്സ്. ഇത് ഇതിൻ്റെ അടുത്ത് കിട്ടുന്നതല്ല, എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചില്ല. ഇത് മറ്റേ തവളയുടെ ഷേപ്പൊക്കെയാണ്. ഞങ്ങളെ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതൊരു തവളയുടെ ഷേപ്പുണ്ട്. ഇതിൻ്റെ തുമ്പത്ത് നോക്കി 3 ചൂണ്ടയുണ്ട്. കണ്ടല്ലോ, 3 നല്ല കറുത്ത ചൂണ്ടയാണേ. 3 അല്ല 2 കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിലിടുമ്പം ഇതിങ്ങനെ ചലിക്കുമെന്നാണ് പറയുന്നത്. കണ്ടോ, കാലിങ്ങനെ അനങ്ങുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പം വലിയ വരാലും ചേറുമീനും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഇതിട്ടാ. അപ്പം ഇതിനോട് ഫ്രീ കിട്ടുന്നതല്ല ഇത്. ഇതിന് ഏകദേശം 210 രൂപ കേട്ടോ. അപ്പം ഇങ്ങനെ ഹൈടെക് ചൂണ്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ഐറ്റം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും. കാരണം നിങ്ങൾ ആറ്റിലും അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ചൂണ്ടിടാൻ പോയാൽ ഇത് ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് വലുതാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമം വലുപ്പം ഇത്രയാണ് ഫ്രണ്ട്സ്. കണ്ടല്ലോ, ഇത്രയും വലുപ്പമാണ്. അപ്പം ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇത് ലോക്ക് വീഴുന്ന സംഭവം കേട്ടോ. ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ താഴോട്ട് ഫുള്ള് ഫ്രീ ആയിട്ട് പോകും. ഇത് ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്കി കണ്ടല്ലോ ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഇത് ലൂസാക്കി കാണിച്ചു തരാം, അല്ല ടൈറ്റാക്കി കാണിച്ചു തരാം. കണ്ടല്ലോ, അപ്പോൾ ഈ സംഭവം ഇത് കറങ്ങുന്ന വെച്ചാൽ ഇത് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ലെവലാകുന്നുണ്ട് കേട്ടോ. ഈ ഒരു റീലിൻ്റെ അകത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റെഡി ആകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നിടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ഇത് കുരുങ്ങിയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കുരുങ്ങി ഉടക്കി പോയി കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിച്ച് ഭയങ്കര മേക്കേടാണ്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കണം. പിന്നെ ഇത് ചൂണ്ട ഇടുന്നതിന് കുറേ ട്രിക്സ് ഉണ്ട് കേട്ടോ. അത് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിത് പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചൂണ്ട ഇടുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചൂണ്ടയിടുന്നത് ഏകദേശം മീനുള്ള ഏരിയ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കും എല്ലാം കൊടുത്തേക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇത് എറിയാൻ കറക്റ്റ് അറിയണം കേട്ടോ. അല്ലെ നമുക്ക് ഭയങ്കര പാടാണ്. കാരണം എൻ്റെ കസിൻ ഇത് ആദ്യമായിട്ടാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ അവൻ കുറേ പാടുപെട്ടു. പിന്നെ നമ്മൾ അവസാനം ചെയ്യാൻ പഠിച്ചു. പക്ഷേ ഞാൻ നോക്കിയിട്ടെങ്കിൽ നടക്കുന്നില്ല ഫ്രണ്ട്സ്. കാരണം അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, ചെയ്യാം. ഇങ്ങനെയാണ് തവളയെ പോലെ സാധനം ഓടി വരുന്നുണ്ട്. അതേ കയറി മീൻ പിടിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂണ്ടയുടെ ഇപ്പം ഏകദേശം ആദ്യം ഞാൻ നോക്കിയിട്ട് പണന്നില്ല. പിന്നെ ഇവൻ നോക്കിയിട്ട് പിന്നെ നമുക്ക് റെഡിയായി. ഏകദേശം ആദ്യം കുറേ ചാണകം കുരുങ്ങൊക്കെ ചെയ്തു. പിന്നെ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞ സാധനം നല്ല ലെങ്തി പോകുന്നുണ്ട്. പിന്നെ എനിക്ക് പുതിയൊരു അറിവ് കിട്ടിയ ഫ്രണ്ട്സ്, ഈ ഒരു സംഭവം ഞാൻ ചെറുതായി കാണിച്ചില്ലേ, മറ്റേ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ആ ഒരു തവള പൊഴിക്കുന്ന സാധനത്തിൽ നമുക്ക് തീറ്റ ഇടേണ്ട ആവശ്യമില്ല. കാരണം അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു ഇനി അതേ തീറ്റ ഇട്ടിട്ട് എറിഞ്ഞിട്ട് ആ തീറ്റയുടെയും ഇതിൻ്റെയും പുറകെ വരുമെന്ന് മീൻ. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു ഫ്രണ്ട് ഇട്ടിങ്ങനെ തവളയില്ലേ, അതിങ്ങനെ എറിഞ്ഞിട്ട് സ്പീഡ് വലിക്കുമ്പോൾ ആ തവള ഇങ്ങനെ സ്പീഡിൽ ഓടി വരുമ്പോൾ അത് കണ്ടിട്ട് വരാലെ ചേറുമീനൊക്കെ വിട്ടും. അല്ലാതെ തീറ്റ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ സാധനം വാങ്ങിച്ചാൽ ഗുണമെന്ന് വെച്ചാൽ തീറ്റ ഫ്രീ ആണ്. തീറ്റ ഇടേണ്ടേ ആവശ്യമില്ല. ഇതുകൊണ്ട് ഇറങ്ങിയാൽ മതി. എന്നിട്ട് വലിച്ചെറിഞ്ഞാൽ ഇടാനൊന്ന് പഠിക്കുകയും ചെയ്താൽ മതി. തിന്നോ വേണ്ടേ? തിന്നില്ല. എന്നാ തിന്നോ ഫ്രണ്ട്സ്, തിന്നു. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, കുറേ തവണ ഇട്ടിട്ട്. പക്ഷേ കിട്ടുമെന്ന് അറിയാൻ വയ്യ. ഇവനിപ്പോൾ ഏകദേശം നല്ല ലോങ്ങിൽ എറിയുന്നുണ്ട്. നല്ല ലെങ്തി പോകുന്നുണ്ട്. നമുക്ക് ഉദ്ദേശിക്കുന്നതിനെക്കാണ്ട് നല്ല ദൂരം ഈ സാധനം പോകുന്നുണ്ട്. ഇതിങ്ങനെ വലിച്ചു വരുമ്പം തവളയെന്ന് വിചാരിച്ച് നമ്മുടെ മീനൊക്കെ വെട്ടിയാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, റോഡ് ആൻഡ് റീൽ പുതിയതായിട്ട് കാണുന്നവർക്കൊരു എക്സ്പീരിയൻസ് പരിചയപ്പെടുത്തുക എന്നുള്ള സംഭവത്തിൽ ചെയ്ത വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഇത്തരം വീഡിയോസ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. സീ തേണ്ട് ഫ്രണ്ട്സ്, ഒരാൾ ചൂണ്ടയിട്ട് പറമ്പിൽ ഓക്കെ അങ്ങ് മരത്തിൻ്റെ മണ്ടൊക്കെ ചൂണ്ട എറിയിട്ടിട്ടുണ്ട്. കണ്ടല്ലോ ഫ്രണ്ട്സ്, സൂം ചെയ്താൽ കാണാൻ പറ്റും. മരത്തിൻ്റെ മണ്ടൊക്കെ ഇതാക്കിയിരിക്കുന്നു. ഏത് ഏരിയയിലാണ് വീടുന്നത്? അതുകൊണ്ട് ഫ്രണ്ട്സ്, തെങ്ങോലയിലിരിക്കുന്നു. താഴെ നല്ല പവറാവട്ടെ ഇതിന്. അങ്ങനെ